അവിടെ പർപ്പിൾ കൂടെ പർപ്പിള്. പർപ്പിൾ അല്ല, അത് ഗ്രീനാണ്. എന്തായാലും അമ്മ അച്ഛമ്മയും തങ്കച്ചേട്ടത്തിൽ കാണിച്ച് ഒട്ടും ശരിയായില്ല. എന്താ നാളെ ഇപ്പൊ കുഞ്ഞിനെ കൊണ്ടുപോകണ്ടായിരുന്നു, ഇവിടെ എടുത്തിട്ട് പോയതിന്. ചുമ്മാരിക്കടാ, വെറുതെ ഇരിക്കുന്ന കൊച്ചിനെ കരയിപ്പിക്കാതെ. പിന്നെ ഞാൻ കരയത്തൊന്നുമില്ല. അമ്മ എന്റെ അടുത്ത് പറഞ്ഞിട്ടാ പോയത്, ചേച്ചിമാരോടെ കളിക്കേ ചിരിക്കേ എന്താ ചേച്ചിയ. കേട്ടാടാ, എന്റെ കൊച്ചു നല്ല കൊച്ചാ, നിനക്കറിയാമോ? നല്ല മോനെ. നിങ്ങൾ ഇവിടെ ഇരിക്കുകയായിരുന്നു, ഞാൻ ഇവിടെയൊക്കെ നോക്കി. ഞാനിവിടെ വന്ന് നോക്കിയോ ദാണ്ട് ഇവിടുന്ന് വരയ്ക്കാൻ കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്താ കൊരയ്ക്കുന്നതേ കൊടുങ്ങാവിളയിലെ നിന്റെ അപ്പച്ചനാ. വെറുതെ അപ്പച്ചനെ കൂടെ പറയിപ്പിച്ച് ഇതുവരെ അതില്ലായിരുന്നു. അമ്മായി വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മാവന് ആ സഹകരണ ബാങ്കിൽ കുറച്ച് പൈസ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അത് പൊട്ടിയിരുന്നു ബാങ്ക്. അമ്മാവന്റെ പൈസയൊക്കെ പോയിന്ന്. അമ്മാവൻ ഭയങ്കര വിഷമത്തിലൊക്കെയാന്ന് പറഞ്ഞ് വിളിച്ച്. വെയിലത്ത് കിടന്ന് ചീര വിറ്റുണ്ടാക്കിയ പൈസയാണ്. സഹകരണ ബാങ്ക് മുക്കിലും മൂലലും പൊട്ടിക്കൊണ്ടിരിക്കും. അത് പ്രധാന കാരണം ഇതിന്റെ ബോർഡംഗങ്ങൾ തന്നെയാണ്. അവര് തന്നെ വീതിച്ചെല്ലാം എടുക്കും. പിന്നെ ഒരിക്കലും അത് കിട്ടൂലേ പൈസ? എങ്ങനെ കിട്ടാനാണ്? പിന്നെ കേസിന്റെ പുറകെ പോയി കുറച്ചുപേര് ആത്മഹത്യ, കുറച്ചുപേര് കയറെടുക്കും. വീട് വിട്ട് നാട് വിട്ടു പോയ എത്ര പേരുണ്ടെന്നറിയാം ഇതിന്റെ പ്രശ്നം. നീ ഗിരിജാന്ന് വിളിക്ക, ഗിരിജാനെ കാട്ടി പെട്ടെന്ന് വരാൻ പറ. ഇങ്ങോട്ടാ വിളിച്ചു വരുത്തുന്നത് കൊള്ളാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ആവലാതി ഒന്നും അമ്മാവൻ്റെ അടുത്ത് കാണിക്കാൻ നിൽക്കരുത് കേട്ടോ ലില്ലിപ്പണ്ണ. വളരെ സന്തോഷത്തോടെ അമ്മാവൻ്റെ അടുത്ത് നിൽക്കാവും. പിന്നെ ഒരു പ്രത്യേക കണ്ണ എപ്പോഴും ഇങ്ങനെ അമ്മാവനെ നിരീക്ഷിച്ചോണ്ടിരിക്കണം. അറിയാൻ പറ്റത്തില്ല, എന്തെങ്കിലും കടുകൈ ചെയ്തു പോയി കഴിഞ്ഞാലോ പൈസ. അങ്ങനെയൊന്നും അമ്മാവൻ ചെയ്യത്തൊന്നുമില്ല, പോവിടുന്നു. നീ ഗിരിജാന്ന് വിളിക്ക് പെട്ടെന്ന്. എന്നൊക്കെ ചെയ്യൂ. എത്ര പേര്, എത്ര ഉദാഹരണങ്ങൾ പേപ്പറിനകത്തൊക്കെ കാണുന്നില്ലേ? കൊടങ്ങാളെ ഇലക്ട്രിക്കൽ എടുത്ത രാജീവേട്ടൻ അപ്പൻ എങ്ങനെ മരിച്ചത്? കൊടങ്ങാളെ സാധനം ബാങ്കിൽ കൊണ്ടിട്ടല്ലേ? ഞാൻ ഇങ്ങോട്ട് വരാൻ പറയട്ടെ? ടെൻഷൻ അടിക്കാതെ വരട്ടെ. അല്ല പിന്നെ അവൻ ഇറങ്ങിയിട്ട് കുറെ നേരം ആയാണെന്നാണല്ലോ അവള് വിളിച്ച് പറഞ്ഞത്. ഇത്രയും താമസിക്കുന്നത് അവിടുന്ന് ഇവിടെ വരെ വരണ്ടേ അമ്മേ? അമ്മാവന് പറന്നു വരാനൊന്നും പറ്റത്തില്ല. എന്റെ തെള്ളം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എനിക്ക് കൂടെ പുറപ്പെട്ട് അവൻ ഒറ്റ ഒരുത്തനെ ഉള്ളത് നിനക്കറിയാമോ? അവൻ എന്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് എന്റെ ആഗ്രഹം. അമ്മയുടെ പറച്ചിലായിട്ടാ തോന്നുന്നു ലോക താങ്കളെങ്ങളായിട്ട് ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇങ്ങോട്ട് വരണം. ഒരുപാട് പേരുണ്ട് എനിക്കറിയാം. പക്ഷെ ഞങ്ങൾ വളർന്ന ചുറ്റുപാട് അങ്ങനെയാ. അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അത്ര ദുരിതം നിറഞ്ഞതായിരുന്നു ഞങ്ങളുടെ ചുറ്റുപാട്, നിനക്കറിയാമോ? വീണ്ടും സെന്റി. അമ്മാവൻ ഇങ്ങോട്ട് വരുമ്പോ ഈ സെന്റിമെന്റലും ഡയലോഗുകളൊന്നും പറയാൻ നിൽക്കരുത്. സന്തോഷമുള്ള കാര്യങ്ങളെ പറയാവൂ. എന്റെ ബാങ്കിലെ കാര്യങ്ങളൊന്നും ചോദിക്കരുത്. കാര്യം പൈസ പോയതിന്റെ ഒരു ആദിയിൽ വരുന്നേ. അമ്മാവന് ഇഷ്ടപ്പെട്ട ആഹാരം എന്ത്, അത് ഉണ്ടാക്കി കൊടുക്കുവോ അല്ലെങ്കിൽ മേടിച്ചു കൊടുക്കുവോ, എന്ത് പറഞ്ഞാലും എതിര് പറയരുത്. അഥവാ അതിന് കുപ്പി വേണമെന്ന് പറഞ്ഞാൽ ഒരെണ്ണം മേടിച്ചാൽ കൊടുക്കണം. അയ്യടാ, അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി കേട്ടാ. ഓ, അതിന്റെ ഇടയിൽ കൂടെ അവന് വിഷമം വരുന്ന രീതിയിൽ ഇനി ഞാൻ ഒന്നും പറയത്തില്ലടാ. അത് ശ്രദ്ധിച്ചാൽ അത്ര മതി. ശ്രദ്ധിക്കണം, വിഷമം ഉണ്ടാവുന്നല്ല. പിന്നെ പൈസ പോയിരിക്കുന്ന ആ ഒരു സമയമാണ്. നമ്മളായിട്ടൊന്നും കുത്തിത്തിരിയാൻ നിൽക്കരുത്. ആശ്വാസമായല്ലോ. പറഞ്ഞ ഓർമ്മയുണ്ടേ? ഗിരിജ വിളിച്ച് പറഞ്ഞായിരുന്നു നീ ഇറങ്ങിയിട്ട് കൊറേ നേരമായിരുന്നു. ഇത്ര താമസിച്ചത് എന്ത്? വണ്ടി കിട്ടണ്ടേ? വാ ഇരിക്ക്, അവിടുത്തെ വിശേഷമൊക്കെ പറ. നല്ല വിശേഷമാണല്ലോ. ഞാൻ ഒന്ന് കുളിച്ചിട്ടില്ല, ഒന്ന് കുളിക്കട്ടെ. ചായ എടുക്കട്ടെ? ചായ ഒന്നും വേണ്ട. ആകെ ഗൗരവത്തിലാണ്. ആ ഒറ്റയ്ക്കാ മുറിയിലോട്ട് പോയിരിക്കുന്നത്. നീയും കൂടെ അങ്ങോട്ട് ചെല്ല്. ഞാനാ അങ്ങോട്ട്. മക്കളെ നീ ഒരു ചായ എടുക്ക്, ഞാനും കൂടെ വരാം. മക്കളെ അങ്ങോട്ട് ഒന്ന് കളിക്ക്. ഒരു സാധനം വെച്ചോർത്ത് കാണില്ല. ആ വലിയ വണ്ണുള്ള കയറുണ്ടായിരുന്നു, അത് എവിടെയാണാവോ? വില ഉണ്ടാവുകയാണാവോ? ഇങ്ങനെ അലറി വിളിച്ചു വരാൻ എന്തായി? കയറോട്ട് എവിടെ പോണെന്ന്? ഒരാഴ്ച ഇല്ലേടി ആ കൊലച്ച വാഴ അവിടെ ഇങ്ങനെ ചാഞ്ഞ് നിൽക്കണ്. ഒരു കാറ്റടിച്ചാൽ അത് വീഴില്ലേ?
കണ്ട ആണുങ്ങൾ ഉണ്ടായിട്ട് അതൊന്ന് വലിച്ചു കെട്ടാൻ പറ്റുമോ? എന്റെ കൈ തന്നെ എത്തണ്ടേ? ഞാൻ അതൊന്ന് വലിച്ചു കെട്ടിയിട്ട് ആ മാവുമ്പലിക്ക് വലിച്ചു കെട്ടിയാലേ അത് താഴത്തിപ്പം അതൊക്കെ റൊണാൾഡോ ചെയ്തോളൂ, നീ ചെയ്യണ്ട. റൊണാൾഡോ അച്ചാച്ചൻ ചെയ്യും. ആര്? അച്ചാച്ചൻ ചെയ്യും. റൊണാൾഡോ വല്ലത് കിണ്ണത്തിൽ വെച്ചു കൊടുക്ക്, അത് 5 മിനിറ്റ് കൊണ്ട് തീർക്കും. ഇങ്ങനെ വല്ല പണി അവിടുത്തെ വരെ കണ്ടിട്ട് നിങ്ങള് അമ്മാനധികം തന്നെ തന്നെ ഞാൻ അച്ചാച്ചനോട് ചോദിച്ചു. എന്താ ഈ കുട്ടികൾക്ക്? ഇതാന്ന് ഞാൻ പിന്നെ എന്റെ ക്ലീറ്റോ കാര്യങ്ങളും ഒന്നും വരെ ചെയ്തില്ല, പിന്നെയാണ് ഇപ്പൊ ബൻ ചെയ്യണത്. എടാ പിന്നെ ആ പറമ്പിൽ ഒരു വാഴ ഒടിഞ്ഞു കിടക്കുന്നെന്ന് നീ അതൊന്ന് പൊക്കി കെട്ടിട്ട് വാ. ഞാന് പിന്നെ ആര്? ഞാനാ? അവനൊന്നും പറ്റില്ല, ഞാൻ കെട്ടിട്ട് വരെ. ചെല്ല് ചെല്ല് പോ ചെല്ല്. ചായ കുടിച്ചിട്ടോ? ഞാൻ ചായ ഇട്ട് വെച്ചേക്കാം, ചെല്ല് പോ. വേണ്ട വേണ്ട, നീ ചായ കുടിച്ചിട്ട് വരണ്ട. ഇപ്പൊ വരാൻ പറ്റുമെന്ന് അല്ലി വരണ്ട, ഞാൻ പൊക്കോളാം. ചെല്ലടാ. പോണ ചെല്ല്. മനസ്സ് കിടന്ന് ഉറങ്ങാനും നമ്മക്കില്ല. ദൈവമേ, ഞാൻ ഇപ്പൊ കണ്ടില്ലായിരുന്നെങ്കിലാ. വാ വാ. അമ്മുമ്മ, ഓ അമ്മ എത്ര ദിവസമായി നമുക്കൊരു കഥ പറഞ്ഞു തന്നിട്ട്? ശരി. അയ്യോ, എന്റെ മക്കൾക്ക് ഞാൻ കഥ പറഞ്ഞു തരാറില്ലേ? ഞങ്ങളുടെ സ്കൂളിലെ എന്റെ ഫ്രണ്ടായിട്ട് ഇവാനിയുണ്ട്. അവളുടെ അമ്മൂമ്മ എന്നും അവൾക്ക് കഥ പറഞ്ഞു കൊടുക്കും. ഞങ്ങളുടെ അമ്മൂമ്മ മാത്രം എനിക്ക് കഥ പറഞ്ഞു തരത്തില്ലല്ലോ. സത്യം, ഞങ്ങളുടെ അമ്മ മാത്രം ഒന്നും പറഞ്ഞു. എന്റെ മക്കൾക്ക് ഞാൻ എന്തോരം കഥ പറഞ്ഞു തന്നിരിക്കുന്നത്. ഓ, ആമയുടെയും മുയലിന്റെയും കഥയില്ലേ, അത് കേട്ട് മടുത്ത്. പണ്ട് നല്ല കഥ പറഞ്ഞു തരുമായിരുന്നു. എടാ, കേട്ട് കേട്ട് മടുത്ത പിന്നെ ഞാൻ നല്ല കുറുക്കന്റെ കഥ പറഞ്ഞു തന്നത് ഞാൻ. ശരിയാ. പക്ഷെ അതൊക്കെ ഞാൻ മറന്നുപോയി. ഞാനും അങ്ങനെ ആരും പറഞ്ഞു തരുന്ന കഥ മറക്കരുത്. അത് ഈ കഥയെ മാത്രമല്ല പഠിത്തത്തെയും ബാധിക്കും. നിങ്ങൾക്ക് അറിയാമോ? എനിക്ക് അമ്മൂമ്മ ഒരു കഥയും കൂടെ പറഞ്ഞേ, ഇനി നമുക്ക് നോക്കാം ആരാ മറക്കുന്നത്. മകളെ രാത്രി പറഞ്ഞുതരാം. ഇന്ന് അമ്മൂമ്മയ്ക്ക് വയ്യ, തലവേദന എടുക്കുന്നു, അതുകൊണ്ടാണ്. ചായ. അടേ തങ്കം വിളിച്ചായിരുന്നാ? ആ ചേച്ചി നാളെ വൈകിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അമ്മ ഞങ്ങൾക്കൊരു കഥ അമ്മയ്ക്ക് കഥയൊന്നും അറിയത്തില്ല മോനെ. ഒരു കഥ ഇതേ അമ്മൂമ്മയോട് പറ, അമ്മൂമ്മ പറഞ്ഞു തരും. അമ്മൂമ്മ ഇതൊന്നും ഇത് കഥയും കേട്ടിരിക്കണ, പഠിക്കാനൊന്നും ഇല്ലേ? എന്നും പഠിച്ചാൽ മതിയോ? എന്നോ 24 മണിക്കൂറും പഠിക്കണ ഒരുത്തി. കഴിഞ്ഞ അത് നീ ഒന്ന് വന്ന് അടുക്കളയിൽ നിന്ന് വന്ന് എനിക്ക് 2-3 ഉള്ളിയൊക്കെ പൊളിച്ചതാ. ആ എന്താ എന്താന്ന്? അതെ, അമ്മ ക്ലീറ്റമ്മച്ചിയുടെ വീടിന്റെ ഉത്തരത്തേലും കഴുക്കലോട്ടൊക്കെ നോക്കിയിരിക്കുക. ഞാൻ കുറെ നേരം മാറി നോക്കി. അഴുത്തേലൊരു പന്തികടുണ്ട്. എന്റെ ദൈവമേ, എന്റെ ചെറുക്കൻ എന്തെങ്കിലും കടം കൈ കാണിക്കുന്ന എനിക്ക് പേടി. അവളെ എടുത്തോ. എന്താ ഓട്ട മത്സരം? അതെ, ആരാദ്യം ഓടി അമ്മാവന്റെ അടുത്തെത്തുന്നുള്ളൊരു മത്സരം, ഫാമിലി ഓട്ടം. ചേച്ചി ഉണ്ട് ഓട്ടത്തിന്? പിന്നെ ചേച്ചിയല്ലേ തുടക്കം കുറിച്ചത്. ഗിരിരാജ, നീ എന്തിനിങ്ങനെ വീട്ടിന്റെ മേൽക്കൂര നോക്കി നിന്നത്? അത് ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്നിങ്ങനെ മേപ്പിട്ട് നോക്കിയപ്പോഴേ വീടാകെ പോക്കാട്ടോ. ഉത്തരം കഴിക്കലൊക്കെ ദ്രവിച്ചേക്കണ്. ഇപ്പൊ പൊളിച്ചു പണിയെനിക്ക് കാശ് എത്ര വരുന്നറിയോ? അല്ല, അളിയന്റെ കുട്ടിക്കാലത്ത് അളിയന്റെ അച്ഛണ്ടാക്കിയ വീടാണ്. ഒരു 100-100 കൊല്ലത്തെ പഴക്കലുണ്ടാവും വീടിനല്ലേ? പിന്നെ ഒരുപാട് പണി വരും. ഇതിൽ നല്ല ഇതൊക്കെ പൊളിച്ചിട്ട് അങ്ങോട്ട് വാർക്കാൻ നല്ലത് നമ്മള്. നടക്കട്ടെ, ഓട്ടം കളി നടക്കട്ടെ. ഞാനും കൂടിയാലോ? അല്ല, തീർന്ന്. ഞാൻ വേണ്ട, ഞാൻ കൂടെ. ഇല്ല, മത്സരം ചേച്ചിയൊക്കെ ചെറുപ്പരിക്കാം, ഞാൻ വേണം ഓടാൻ കൂടാ. വേണ്ട, അടുക്കള ജോലി കാണത്തില്ലായിരിക്കുമല്ലേ? ഇതെന്ത് പറ്റി? എന്റെ അമ്മ, ഞാൻ ഈ ചീരത്തോട്ടത്തിൽ തന്നെ നിപ്പുണ്ട്. പണിക്കാരുണ്ട്, വേലായുധം കൊച്ചാട്ട് ഇവിടെ ഇപ്പോണ്ട്. മറ്റേ 2 പേര് കാപ്പി കുടിക്കാൻ പോയി. ഞാൻ ഇതൊരാളെ പറഞ്ഞേൽപ്പിക്ക. അവര് വന്നില്ല, ഞാൻ അവരെ വിളിച്ച് അവർ ഇതുവരെ വരാതെ ഞാൻ അങ്ങനെ തേടി വരും. പിന്നെ വന്ന് കഴിഞ്ഞാൽ അമ്മാവന്റെ വായിരിക്കുന്ന മൊത്തം കേൾക്കണ്ടേ? അതിനിപ്പോ അമ്മാവന്റെ കൂടെ എപ്പോഴും കാവല് ഞാൻ നിൽക്കും.
ഞാൻ വരാം. അവര് കാപ്പി കുടിക്കാൻ പോയിട്ട് ഇപ്പൊ വരുമോ ചേട്ടാ? കാപ്പി കുടിക്കാൻ പോരിപ്പോ വരുമോ? ഒരു പണ 2 പണ കിടന്നു, ഇനി 2 പണ കിടക്കുന്നു. എന്തുവാടേ കിടന്ന് ഒരു സ്ഥലത്തേക്ക് കിടന്ന് വിളി നിങ്ങൾ ദാ വരാന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ എത്ര നേരമായി? ഒന്ന് നേരത്തെ വരണ്ടായിരുന്നു. എന്തോ കാര്യം പറ. കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയൊരു സഹായം, പക്ഷെ നിങ്ങൾക്ക് ഗുണമുള്ള കാര്യം. അമ്മാവൻ ഇപ്പൊ ചീരത്തോട്ടത്തിനകത്തോട്ട് വരാതിരിക്കുക, വീട്ടിലുണ്ട്. അപ്പൊ ഈ ചീരത്തോട്ടത്തിൽ ഇപ്പൊ പണിക്കാരുണ്ട്, 2 പേര് കാപ്പി കുടിക്കാൻ പോയി. ഇതിനും വെള്ളം ഒഴിപ്പിക്കണം, അതിനും വെള്ളം ഒഴിപ്പിക്കണം. എന്നിട്ട് പൈസ ഗൂഗിൾ പേ തരുമ്പോൾ അതെടുത്ത് 2 പണിക്കാർക്ക് പൈസ കൊടുക്കണം. എനിക്കിപ്പോൾ ഇവിടെ വയ്ക്കാൻ പറ്റത്തില്ല. അമ്മ കിടന്ന് വിളിച്ചോണ്ടിരിക്കുന്ന അത്യാവശ്യമായിട്ട് എനിക്ക് വീട്ടിൽ ചെന്നേ പറ്റത്തുള്ളൂ. നീ എന്തുകൂടെ പറഞ്ഞിട്ട്? ഞാൻ ഇവിടുത്തെ മെമ്പറാണ്. ഈ മെമ്പർ ചെയ്യുന്ന പണിയാണോടെ ഇതൊക്കെ? മെമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നേതാവ് ക്ലീറ്റമച്ചമ്മയുടെ അനിയനാണോ ഞാൻ? ആ കുടുംബത്തിന് വേണ്ടിയുള്ളതല്ലേ? കുടുംബത്തിന് വേണ്ടിയിട്ടാണോ മെമ്പർ പണി ചെയ്യുന്നത്? പൈസ തരാനായിട്ട്. എനിക്ക് പൈസ ഒന്നും വേണ്ട, എനിക്ക് ജനങ്ങളാണ് പ്രധാനം. ജനങ്ങളെ സേവിക്കാനാണ് അവരെന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് മെമ്പർ ആക്കിയിരിക്കുന്നത്. സാമ്പത്തിക ഗുണമുള്ള കാര്യമാണ്. സാമ്പത്തികം ഞാൻ കരുതി എന്തോ ഏടാ കൊടുത്തിച്ചെന്ന് പെട്ടെന്ന്. അതല്ലേ ഇങ്ങോട്ട് മേലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊറോണ എന്നെ വിളിക്കരുത് പറഞ്ഞേട്ടല്ലോ. ഞാനും ഒരു ജനമാണ്, ഇവിടെ ജോലി ചെയ്യുന്ന ജനമാണ്. മൊത്തം ജനങ്ങൾക്ക് വേണ്ടിയല്ലേ? ഇത് ജനങ്ങൾക്ക് വേണ്ട, നിന്റെ അമ്മാവന് വേണ്ടിയിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ട, നിന്റെ വീട്ടിലേക്കുള്ളത്. എന്റെ അമ്മാവെന്ന് പറഞ്ഞാൽ ക്ലീറ്റമച്ചമ്മയുടെ അമ്മാവനല്ലേ? ക്ലീറ്റമച്ചമ്മ നിങ്ങളുടെ DDTയുടെ പ്രാദേശിക നേതാവല്ലേ? പ്രാദേശിക നേതാവാണെങ്കിൽ എനിക്കൊന്നും പറ്റത്തില്ല, എനിക്ക് വേറെ പണിയുണ്ട്. നീ എന്തോന്ന് പറഞ്ഞത്? ഞാൻ റെഡിയാണെന്ന്. എടാ, പാർട്ടി ഓഫീസിൽ നമുക്ക് എന്തെല്ലാം പണി ഏറ്റിട്ടാ ഇങ്ങോട്ട് വന്നേന്ന് അറിയാമോ? ഇവനെ നിർത്താനൊന്നും പറ്റത്തില്ല, എനിക്ക് വേറെ ആവശ്യം. ആ പണി ചെയ്യുന്നവനല്ല, ഈ പണി പൈസ പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ പണികളുണ്ട്. ഞാൻ ക്ലീറ്റമച്ചമ്മയെ കൃത്യമായിട്ട് അറിയിച്ചിരിക്കും. എന്റെ റൊണാൾഡോ, നീ ഒരു കാര്യം മനസ്സിലാക്കി, ഞങ്ങൾ വേറെ കാര്യങ്ങൾ ഏറ്റിട്ടാണ് വന്നത്. ഇല്ലെങ്കിൽ അമ്മാവന്റെ കാര്യങ്ങൾക്ക് ഞങ്ങൾ നിൽക്കത്തില്ല. ഇന്ന് പറ്റത്തില്ല, നീ വേറെ എന്തെങ്കിലും ഓപ്ഷൻ നോക്ക്. ഇങ്ങോട്ട് പറ, നീ ചുമ്മാ വാ ഇങ്ങോട്ട് പറ. റൊണാൾഡോ, നീ പറ്റാത്തോണ്ടാ, വേറെ ആവശ്യങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ കാണാം. ഓ, അമ്മ വിളിക്കുന്നു. അമ്മേ, ഞാൻ വരുവാ. അമ്മേ, ഞാൻ വരാം. ഒരു ബോഡി ഗാർഡ് പണിയും കിട്ടി. അയ്യോ, ഇത്ര നേരം വെള്ളം കോരിക്കൊണ്ടിരുന്ന കൊച്ചാട്ടാ. എന്തോ പുള്ളിക്കറിയാണ് മുട്ടക്കറിയ. കുറച്ച് വെണ്ടക്ക കിടക്കുന്നത്, അത് മെഴുക്ക് വരട്ടാൻ വേണ്ടിട്ട് എടുത്തതാ. അത് കൊള്ളാം. അപ്പൊ 2 കിഴങ്ങ് കൂടി ഇട്ടോ, നല്ലായിരിക്കും. വെണ്ടക്ക ഇടാത്ത കിഴങ്ങ് സെപ്പറേറ്റ് വേവിച്ചിട്ടാ മതി. ഒന്ന് പൊയ്ക്കി അവിടുന്ന്, കറി കുളവാക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ പറയണ. എന്താ ആയിട്ടില്ല, ആവുമ്പോ ഞാൻ വിളിക്കാം. കുറച്ച് സമയം എടുക്കും. ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരുന്നല്ലേ. പിന്നെ ആഹാരമൊക്കെ ഒരുപാട് കുറച്ച്. ആര്? എന്റെ ലില്ലിപ്പെണ്ണാണ് സത്യം. അയ്യോ, എന്റെ മാതാവ്, എനിക്ക് വയ്യ. ശരിയായ ദഹനം നടക്കുന്നില്ല. വർഷോപ്പിൽ കുത്തിയിരുന്ന് പണിയുമ്പോഴത്തേന് വയറ് ഒരു ഡൊമ്പന്നങ്ങ് പെരുകും. അതെന്താന്നറിയോ, കൊറേ കഴിച്ചിട്ട് അനങ്ങാഞ്ഞിട്ടാ. ഞാൻ നമ്മുടെ സ്കൂളിന് പടിഞ്ഞാറുള്ള നാരായണ വൈദ്യരുടെ വീട്ടിൽ പോയി കണ്ടു. അപ്പൊ അയാൾ പറഞ്ഞത് വയറുപേര് ഗ്യാസ് കയറുന്നതാ, അപ്പൊ അതിനൊരു കഷായം ഉണ്ട്, അത് തരാം, പക്ഷെ ആഹാരം കുറച്ചേ പറ്റത്തുള്ളൂ പറഞ്ഞു. അങ്ങനെ ഫുള്ള് ആഹാരം കുറച്ച്. നല്ല കാര്യം. ഇത് ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ അവിടെ പോയി. ഇത് ഫലം കാണുമോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് പറയാന്ന് കരുതി. ഫലം അടിച്ചു 6 പാക്ക് വരുന്നു. ഞാൻ 6 പാക്ക് ഒന്നും വരുത്തി ഞങ്ങളെ ഞെട്ടിക്കണ്ട. ആഹാരം കുറച്ച് തന്നെ ഞങ്ങളെ ഞെട്ടിക്ക്. അത് നല്ലതാ, ദഹനത്തിനൊക്കെ നല്ലത് ആഹാരം കുറച്ചത്. പോവാത്ത വേറൊന്നുമല്ല, അമ്മയുടെ ഒരു പരാതി പറയാൻ വന്നത്. ഇതിലിപ്പോ അമ്മ പറയുന്നത് ഞാൻ എപ്പോഴും ഇല്ല നയൻതാരയുടെ പുറകെ ദിലീപ് നടന്ന പോലെ അമ്മാവന്റെ പുറകെ ബോഡി ഗാർഡായിട്ട് നടക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? വർഷോപ്പിൽ പണി വരുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പണിക്ക് വിളിക്കുമ്പോൾ എനിക്ക് പോയാലേ പറ്റൂ. ഞാൻ എപ്പോഴും അമ്മാന്റെ പുറകെ നടക്കണം വന്നിട്ടിരിക്കുവോ? ആരാ ഇത് ഒപ്പിച്ചത്? അച്ചാച്ചൻ തന്നെയല്ലേ പറഞ്ഞത് അമ്മാവന് പൈസ പോയതുകൊണ്ട് ഭയങ്കര മാനസിക വിഷമാണ്, അമ്മാവനെ സൂക്ഷിച്ചോണോ, അമ്മാവന്റെ പുറകെ നിങ്ങൾ നടക്കണോന്നൊക്കെ. ഞാൻ എപ്പോഴും നടക്കാൻ പറ്റൂ? നടന്നേ പറ്റത്തുള്ളൂ. ഒന്നാമതെ ഇവിടെ അവർ രണ്ടുപേരും ഇല്ല, ഏട്ടനും ഇല്ല, ക്ലീറ്റോ ചേട്ടനും ഇല്ല. ഒന്നെങ്കിൽ അവര് വരുന്നവരെ, അല്ലെങ്കിൽ അമ്മാവൻ ഇവിടുന്ന് പോകുന്നവരെ. ഇവിടെ നിന്നേ പറ്റത്തുള്ളൂ. റോസ്മേരി പൈസ വിളിച്ച് ചോദിച്ചോണ്ടിരിക്കും, അവിടെ സൊസൈറ്റി പൈസ എടുത്തില്ല. ഞാൻ ഇവിടെ കുത്തിരുന്ന പൈസ അടയ്ക്കാൻ ലില്ലിപ്പെണ്ണ് വരുമോ? എനിക്ക് 2000 രൂപ. അമ്മയോട് ചോദിക്കും. അമ്മയോട് പറഞ്ഞു, ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നു എനിക്ക് പണിക്ക് പോകണ്ടേ, അതുകൊണ്ട് അമ്മയ്ക്ക് പെൻഷൻ പൈസ കുറച്ച് പൈസ തരണം. അവിടെ സഹോദര സ്നേഹം മൂത്തിരിക്കുമ്പോഴാണ് ഞാൻ ഗിരിരാജൻ എവിടെ? പറമ്പിലോട്ട് പോകുന്നുണ്ട്. നീയും കൂടെ പോത്തെന്തായിരുന്നു? എടാ, നിന്റെ അല്ലേടെ ഞാൻ കൂട്ടിന് ഏർപ്പാടാക്കിയത്. പിന്നെ ആര്? ഞാനാ. നിന്നെയൊക്കെ ഏർപ്പാടാക്കിയ എന്നെ പറഞ്ഞാൽ മതിയല്ല. ഇനി വയസ്സാങ്കാലം ഞാൻ ഇനി അവന്റെ പുറകെ കിടക്കാം. ഇതിപ്പോ എവിടുന്ന് കൊടുങ്കാറ്റ് കൂടെ വന്നത്? എനിക്കറിയത്തില്ല. ചെല്ലേ പോയി നോക്ക്. ആങ്ങളെ വേണം, പെങ്ങള് പോട്ടെ. ഇപ്പൊ ഈ കിണറ്റിലെ വെള്ളം എത്ര ഉണ്ടാണോ?
ഇതിന്റെ സൈഡിലൊക്കെ ചെടി മുളച്ചിട്ട് വെള്ളവും കാണാനില്ല. ഇതൊന്നും മാറ്റാനൊന്നും ആളില്ല ഇവിടെ. എന്ത് എന്തായി പറയുന്നത്? അമ്മാവ ഈ കാണിക്കുന്നത് എന്തേ? എന്തിനാ ചാടി ചാവാൻ പോണത്? ആര് ചാടിച്ചാവാൻ പോണ്? നിങ്ങൾക്ക് ചാടാൻ പോയെന്തിനാ? എന്താ ചേച്ചിക്ക് ഭ്രാന്തുണ്ടാ? കെണ്ടി ചാടി ചാവാൻ തനിക്ക് എന്താ ഭ്രാന്തുണ്ടാ? താറവാട്ടിലെ കിണറ്റിലെ വെള്ളം വറ്റി തുടങ്ങി. ഇതിലെ വെള്ളം വറ്റുമോ നോക്കാൻ വേണ്ടി വന്നപ്പോ പുല്ല് 4 പുറം ചെടി മുളച്ചേക്കും. അത് കളഞ്ഞിട്ട് വെള്ളം ഉണ്ടോ ഇല്ലയോ നോക്കാൻ നിന്നപ്പോ അല്ല ഞാൻ വിചാരിച്ചു നീ കിണറ്റി ചാടാൻ പോണെന്ന്. അങ്ങനെ മനുഷ്യന്റെ ഉയരുമുണ്ടൊക്കെ. അല്ല ഞാൻ അറിയാണ്ട് ചോദിക്കാം, നിങ്ങൾക്കൊക്കെ ഇത് എന്താ പറ്റി? അല്ല ഞങ്ങൾക്ക് ഒന്നും പറ്റിയില്ല. നീ ഒരു കാര്യം ചെയ്യേ, ഇനി ഇപ്പൊ ഇവിടെ ഇങ്ങനെ നിക്കണ്ടവാ, നമുക്ക് അവിടെ പോയി ചെലപ്പോ എന്നാ ഇത് അടച്ചു വെക്കട്ടെ. ഏയ്, ഓ, പൊയ്ക്കോ. എന്താ ഇവർക്ക് ഒരു കാര്യം? ആ കുട്ടികളുടെ ട്യൂഷൻ കഴിഞ്ഞല്ലോ. വാ വാ വാ. അപ്പൂപ്പ എന്നാ മരിക്കുന്നേ? മരിക്ക എന്തിന്? അപ്പൂപ്പ മരിക്കുന്നതാണ് ഇവരെല്ലാരും അപ്പൂപ്പന്റെ പിന്നാലെ എന്താ കുട്ടി ഇങ്ങനെ പറഞ്ഞു? കൊച്ചു പറഞ്ഞത് ശരിയാണ്. പിന്നെ നീ ബാങ്കിൽ ഇട്ടിരുന്ന പൈസ പോയെന്ന് ഗിരിജ ഇവിടെ വിളിച്ചു പറഞ്ഞു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു നീ എന്തെങ്കിലും അബദ്ധം കാണി. ഞങ്ങൾ പേടിച്ചു പോയി. അതെ, ഞാൻ ബാങ്കിൽ ഒരു വലിയ തുക ലോൺ വെച്ചു. അപ്പൊ അവര് പറഞ്ഞു ഒരു ചെറിയ തുക ഡിപ്പോസിറ്റ് ചെയ്താലേ വലിയ തുക കിട്ടും. അപ്പൊ ഞാനൊരു 25,000 ഉറുപ്പ്യ ഇട്ടു, അത്രേ ഉള്ളൂ. അല്ല ആ പൈസ കിട്ടുമോ? ഈ പ്രസിഡന്റ് സെക്രട്ടറിക്ക് എനിക്ക് പരിചയമുള്ളത് കൊണ്ട് എന്റെ പൈസ ചിലപ്പോ കിട്ടും. പക്ഷെ ലക്ഷങ്ങളിട്ട പാവങ്ങളുണ്ട്, അവർക്കത് തിരിച്ചു കിട്ടുമോ എനിക്കറിയാം. ചേടാ നീ എന്തെങ്കിലും അബദ്ധം കാണിക്കുമെന്ന് ഞങ്ങൾ പേടിച്ചു പോയേടാ. ചേച്ചിയെ, നല്ല വരൾച്ച വന്നപ്പോഴേ എന്റെ ചീരത്തോട്ടം മുഴുവൻ കരിഞ്ഞു പോയി. പ്രളയം വന്നപ്പോ എല്ലാ ചീര ഒലിച്ചു പോയി. അന്നൊക്കെ എനിക്ക് ലക്ഷങ്ങളാ നഷ്ടം വന്ന്. എന്നിട്ട് ഞാൻ ഈ മാതിരി തൂങ്ങിച്ചാവാനോ മരിക്കാനോ പോയാ? നിസാര കാര്യത്തിന് ചാവാൻ എനിക്ക് ഭ്രാന്തല്ലേ? സമാധാനമായല്ലോ. അല്ല ഈ പ്രശ്നം എല്ലാം ഉണ്ടാക്കിയത് ഈ റൊണാൾഡോ അച്ചാച്ചനാ. ഞാൻ ഇത് റൊണാൾഡോ അച്ചാച്ചനല്ലേ പറഞ്ഞത് പൈസ പോയ മനോവിഷമത്തിൽ അമ്മാവൻ എന്തെങ്കിലും കടുങ്ങുകയും ചെയ്യും, സൂക്ഷിച്ചോണോന്ന് സത്യമായിട്ടും പറഞ്ഞു. അല്ല അതൊരു നാട്ടു നടപ്പ്. അങ്ങനെ നാട്ടു നടപ്പ് നിന്റെ നാട്ടു തല്ലി മുറിക്കാൻ വേണ്ടി ഒന്നും സംഭവിച്ചില്ലല്ലോ, ഇനിയിപ്പോ സമാധാനം.